അമൃത, ഇതിപ്പോൾ കേസ് ഇപ്പോൾ വിധി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ 15-ാം പ്രതി എ സുരേന്ദ്രൻ എന്ന വിഷ്ണു സുര കോടതിയിൽ നടത്തിയ പ്രതികരണം അമൃതയും അറിഞ്ഞിരിക്കും. ഇനി ജീവിക്കാൻ ആഗ്രഹമില്ല, അതുകൊണ്ട് വധശിക്ഷ നൽകി ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് പ്രതി അപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സുരേന്ദ്രൻ എന്ന പ്രതി നിങ്ങൾക്ക് നേരിട്ടറിയാവുന്ന ആളാണോ? ഇപ്പോൾ ഗൂഢാലോചന കേസിലെ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ CPM LDF കൺവീനർ എന്ന് പറഞ്ഞ പ്രതികരണവും അമൃത കണ്ടിരിക്കും. നിരപരാധികളും ഇതിൽ പെട്ടിട്ടുണ്ട്, അവർക്ക് വേണ്ടി നിയമ പോരാട്ടം തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിയുടെ ഈ പ്രതികരണത്തെ എങ്ങനെയാണ് അമൃത കാണുന്നത്? ഈ സുരേന്ദ്രൻ, അതായത് നാട്ടിൽ വിഷ്ണു സുര എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രതിയെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങളുടെ വീട് അടുത്താണ്. ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച സമയത്ത് ഈ സുരേന്ദ്രൻ എന്ന ആള് പ്രതി ആയിരുന്നില്ല. CBIയുടെ അന്വേഷണത്തിലാണ് ഈ സുരേന്ദ്രൻ പ്രതിയായി വരുന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനരികിലേക്കൊക്കെ ഈ സുരേന്ദ്രൻ വന്നിരുന്നു. അന്നൊന്നും എനിക്ക് ഇതിലൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് അയാൾ വീട്ടിൻ്റെ അരികിലൂടെയൊക്കെ പോയത്. പിന്നീട് CBI വന്നപ്പോഴാണ് ഈ പ്രതിയാണെന്ന് മനസ്സിലാക്കി അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കോടതിയിൽ എന്താണോ പറഞ്ഞത് ആ ശിക്ഷ തന്നെ, ആ വധശിക്ഷ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന തന്നെ പ്രതീക്ഷയുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കോടതിയെ ഒരു മനസ്സ് മാറ്റിക്കാനാണോ എന്നൊരു തോന്നലുണ്ട്. കോടതിയിൽ അങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല എന്ന് മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ എന്തായാലും കുറ്റം തെളിഞ്ഞു, കുറ്റവാളിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. വേറൊരു രക്ഷയില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞാലെങ്കിലും ഒഴിവാക്കപ്പെടുമോ, ആ ഒരു ഇതുകൊണ്ടായിരിക്കും അത് പറഞ്ഞത്. ആ ന്യൂസ് ഞാൻ കേട്ടിരുന്നു. കൂടുതൽ പ്രതികളുടെ പ്രതികരണങ്ങളും ഈ രൂപത്തിലാണ് അമൃത. ഇപ്പോൾ മുൻ MLA ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ പറഞ്ഞത് കേസിൽ പോലീസിനെ അന്വേഷണത്തിൽ സഹായിച്ചതിനാണ് തന്നെ CBI പ്രതിയാക്കിയത് എന്നാണ്. പക്ഷേ രണ്ടാം പ്രതി സജിയെ പോലീസ് സ്റ്റേഷനിൽ ബലമായി ഇറക്കിക്കൊണ്ടുപോകാൻ ഈ MLA ശ്രമിച്ചതൊക്കെ അന്ന് വാർത്തയാവുകയും ചെയ്തതാണ്. അപ്പോൾ KV കുഞ്ഞിരാമന്റെ പ്രതികരണത്തെ എങ്ങനെയാണ്, അതിനോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള അമൃത? ഞങ്ങൾ ആദ്യമേ CBI അന്വേഷണം ആവശ്യപ്പെട്ടത് തന്നെ ഇങ്ങനെയുള്ള ഈ CPMൻ്റെ പ്രതിനിധികൾ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ്. ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഇതിൽ പാർട്ടി നേതാക്കന്മാർക്കൊക്കെ പങ്കുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിൽ യാതൊരു സത്യവുമില്ല. ഞങ്ങൾക്കറിയാം അദ്ദേഹം എത്രത്തോളം ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും ഇതിന് ഈ ഒരു കൊലപാതകത്തിൽ അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട, CBI അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നത്. CBI വന്നതിന് ശേഷമാണ് ഇതുപോലുള്ള നേതാക്കന്മാർ ഈ കേസിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഉന്നത ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇത് ഒരു സംഘർഷത്തിനിടയ്ക്ക് നടന്ന കൊലപാതകമല്ല, പക്ഷേ ഗൂഢാലോചന നടത്തി ഇന്ന ആളുകളെ കൊല്ലണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് നടത്തിയതാണ്. അതിൻ്റെ ഗൂഢാലോചന അടക്കമുള്ള വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കൊല നടത്താനുള്ള ആലോചന CPMൽ നടന്നു എന്നുള്ളത് നിങ്ങളെ പിന്നീട് ഞെട്ടിച്ചു ആ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ? മാത്രമല്ല പിന്നീട് ഈ CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതി വരെ പോവുകയാണ്. ഹൈക്കോടതിയിൽ 2 ബെഞ്ചിൽ നിന്നും, സിംഗിൾ ബെഞ്ചിൽ നിന്നും ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തിരിച്ചടിയേറ്റ ശേഷം സുപ്രീം കോടതി വരെ പോയിരിക്കുന്നു സർക്കാർ. യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത് അമൃത? സർക്കാർ എന്തും ജനങ്ങൾക്കൊപ്പമല്ലേ നിൽക്കേണ്ടത്. ഞങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ എന്താണോ പറയുന്നത്, ഇരകളാക്കപ്പെട്ട കുടുംബം എന്താണോ പറയുന്നത്, അവരുടെ കൂടെയല്ലേ ഒരു സർക്കാർ നിൽക്കേണ്ടത്. പിന്നെ എന്തിനാണ് ഈ സർക്കാർ കൊലയാളികൾക്ക് സപ്പോർട്ട് നിൽക്കുന്നത്? അവർക്ക് കൊല ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ, സത്യം പുറത്തു വരണം എന്നുണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? ഞങ്ങൾ എന്താണോ പറയുന്നത് അവരുടെ കൂടെ നിൽക്കേണ്ടതല്ലേ. പിന്നെ എന്തുകൊണ്ട് അതിനെതിരെ നിന്നു? അത് തന്നെ ഇതിന് ഏറ്റവും നല്ലൊരു തെളിവല്ലേ. ഈ പാർട്ടി നേതാക്കന്മാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഉന്നതതലത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിനൊരു ഉത്തമ ഉദാഹരണമല്ലേ ഈ CBI അന്വേഷണത്തെ എതിർത്തത്. അതുകൊണ്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിനുശേഷം ഈ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്തും കോടതിയിൽ അതിൻ്റെ എല്ലാ എവിഡൻസും കൊടുത്തതിന് ശേഷമാണല്ലോ ഇപ്പോൾ വിധി വന്നത്. അപ്പോൾ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ CPM നേതാക്കൾ അടങ്ങുന്ന ആൾക്കാർ ഇതിൽ പ്രതികളായിട്ടുള്ളത്. ശരി, വളരെ നന്ദി അമൃത. ഇപ്പോൾ
അപ്പീൽ പോകും എന്നുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ കുടുംബം. നേരത്തെ അച്ഛൻ അമ്മയും ഒക്കെ പ്രതികരിച്ചത് അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വവും അത് ശരിവെക്കുന്നു, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണമായ നീതി ലഭിക്കും എന്ന പ്രത്യാശിക്കാം. വളരെ നന്ദി അമൃത. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.